ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എക്സൈറ്റ്മെൻറ്റ് കൂടിയ കാരണത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പകുതി എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ളത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാൻ ഇപ്പം എന്താ പറയുക, ഭാഗ്യവശാൽ ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട്, വർഷത്തിലൊരു തവണയെങ്കിലും. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പം ഈ തവണ പോകാൻ പറ്റുന്ന ഒരു ഉറപ്പുമില്ലായിരുന്നു. കാരണം ഒരു ഹെൽത്ത് പരമായിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എല്ലാം ഓക്കെ ആയപ്പോൾ പെട്ടെന്നൊന്ന് പോയിട്ട് വരണം എന്ന് വിചാരിച്ചു. കൂടാതെ അച്ഛനും അമ്മയ്ക്കും നമ്മളൊരു റിലേറ്റീവിൻ്റെ മാരേജിൻ്റെ ഇൻവിറ്റേഷനും ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും പോകണം. അപ്പം നമ്മളും അതേ ഡേറ്റിൽ തന്നെ പോവുകയാണ്. എന്നാൽ ഒരുമിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ട് എൻ്റെ ഫാമിലീൻ്റെ കൂടെ. പക്ഷേ എങ്കിൽ ഞാനും നിഖിലേട്ടനും കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഗുരുവായൂർ പോകുന്നത്. സോറി, ഇപ്പോഴാണല്ലോ അല്ലേ സ്ഥലം പറയുന്നത്. നമ്മൾ പോകുന്നത് ഗുരുവായൂരിലേക്കാണ്. നമ്മളെ മാരേജ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഫസ്റ്റ് ടൈമാണ് ഞാനും നിഖിലേട്ടനും ഗുരുവായൂരിലേക്ക് വരുന്നത്. നമ്മളെ മാരേജ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അച്ഛനും അമ്മയും വരുന്ന സമയത്ത് ഞാൻ അവരെ കൂടെ വന്നിട്ടുണ്ട് 2 തവണ. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഗുരുവായൂർ വരാൻ പറ്റുന്നുണ്ട്, വർഷത്തിലൊരു തവണ. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ടാണ് വിചാരിക്കുന്നത്. കാരണം കുറേ ഗ്യാപ്പ് പണ്ടൊക്കെ വന്നു പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എങ്ങനെ നോക്കിയിട്ടും. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കാരണത്തിൽ നമുക്ക് എല്ലാ കൊല്ലവും വന്ന് കണ്ണാനെ കണ്ട് തൊഴാൻ പറ്റുന്നുണ്ട്. ഈ തവണ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നിഖിലേട്ടനും കൂടെ ഉള്ളത് കാരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു യാത്ര നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതല്ല. കാരണം എൻ്റെ അമ്മയ്ക്കായാലും എനിക്കായാലും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അമ്മയ്ക്കൊരു സർജറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിന് വയ്യായിട്ട്. അപ്പം അതൊക്കെ നടക്കുന്നത് കൊണ്ട് ഏകദേശം ഈ ഡേറ്റിനായിരുന്നു. നമ്മൾ സെപ്റ്റംബർ 11 ഗുരുവായൂരിലേക്ക് വന്നത്. സെപ്റ്റംബർ 9 അമ്മയ്ക്ക് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വർഷം വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാണ്. ബട്ട് എന്തോ ഒരു ഭാഗ്യവശാൽ ആ സർജറി ക്യാൻസൽ ചെയ്ത് ഇപ്പോൾ സർജറി വേണ്ടെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു മാരേജിന് അവർക്ക് കൂടാനും പറ്റി. അതേപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് ഈ ഒരു സമയത്ത് എല്ലാ വർഷവും വരുന്ന പോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് സെപ്റ്റംബറിൽ തന്നെ ഒരുമിച്ച് ഗുരുവായൂരിലേക്ക് വരാനും പറ്റി. കൂടെ ഈ ഒരു യാത്ര ഭയങ്കര സ്പെഷ്യലാണ്. നിഖിലേട്ടനും ഒരുമിച്ചുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഒരു 7:30 ആയപ്പോഴാണ് ചെക്ക് ഇൻ ചെയ്തത്. നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ അറിയുന്ന ഒരാളുള്ളതുകൊണ്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് 2 റൂം ചോദിച്ചപ്പോൾ നമുക്കത് കിട്ടിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഒരു ഹോളാണ് തന്നത്. പക്ഷേ ഹോളായതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. 2 വാഷ്റൂം ഉണ്ട്, 5 ബെഡ് ഉണ്ടായിരുന്നു. കുറച്ച് നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ AC റൂം അല്ല എടുത്തത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കൊതുകടി ഉണ്ടായിരുന്നു രാത്രി. അതിൻ്റെ ഒരു ഉറങ്ങാൻ ബുദ്ധിമുട്ട് വളരെ നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പഴയടം രുചിയിൽ പോയി ചായയൊക്കെ കുടിച്ച്, ഈവനിങ് ആയതുകൊണ്ട് ചായ നിർബന്ധമാണല്ലോ. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ചു. നമ്മളൊന്ന് ഫ്രഷായി നമ്മൾ നേരെ ഫ്രഷ് ആവുമെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ കുളിച്ചിട്ടൊക്കെയാണ് കാറിൽ കയറി ഇരുന്നത്. ലഗേജൊക്കെ ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഗുരുവായൂരൊക്കെ പോയി. തൊഴാൻ കയറിയിട്ടില്ല, കാരണം അത്യാവശ്യം നല്ല ക്യൂ ഉള്ളതുകൊണ്ട് നാളെ രാവിലെ തൊഴാമെന്നായിരുന്നു വിചാരിച്ചത്. അച്ഛനും അമ്മയൊക്കെ നാളെ കല്യാണമുള്ള പാർട്ടീസിൻ്റെ അടുത്തേക്ക് പോയി. കാരണം നാളെ രാവിലെയാണ് കല്യാണം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ തലേന്ന് തന്നെ എത്തിയിട്ട് ഇവിടെ റൂം എടുത്തതാണ്. അപ്പം എല്ലാവരുടെ അടുത്തും കണ്ട് സംസാരിച്ചിട്ട് പോരാമെന്ന് വിചാരിച്ചിട്ട് ഈ കല്യാണമുള്ള ടീം കോയമ്പത്തൂരാണ്. അപ്പം അവർ കല്യാണം ഇവിടെ ഗുരുവായൂർ വെച്ചിട്ട് നടത്തുകയാണ്. അപ്പം എല്ലാവരും ഗുരുവായൂരിലേക്ക് വന്നിട്ടുണ്ട്, ഒരുവിധം ഫാമിലിയൊക്കെ. അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോരാമെന്ന് വിചാരിച്ചിട്ട് അവർ പോയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുളത്തിൻ്റെ അടുത്തൊക്കെ നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. അതിന് ശേഷം ഞങ്ങൾ ഷോപ്പിലേക്ക് വന്നു. കാരണം നാളെ രാവിലേക്ക് ചിലപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും വാങ്ങാനോ നോക്കാനോ ഒന്നും സമയം കിട്ടില്ല. അപ്പം ഇന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി വെച്ചു, അത്യാവശ്യമുള്ളതൊക്കെ വാങ്ങി പോകാമെന്ന് വിചാരിച്ചു റൂമിലേക്ക്. അതിനിടയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല, അവരും ഭക്ഷണം കഴിച്ചില്ല. അവരോടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെ പോന്നു. അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് അച്ഛനൊരു ലോട്ടറി എടുക്കണം പറഞ്ഞു. അങ്ങനെ ലോട്ടറി എടുത്തു. അച്ഛൻ പൊതുവെ ഒരു ലോട്ടറി പ്രാന്തനാണ്, കാരണം എവിടെ കണ്ടാലും എടുക്കും. അങ്ങനെ അച്ഛൻ്റെ ലോട്ടറി എടുപ്പൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ നൈറ്റിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, ഹരേലക്ഷ്മി എന്നുള്ള റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. എനിക്ക് തോന്നുന്നു ഇതധികം ആയിട്ടില്ല ഓപ്പൺ ആയിട്ടെന്ന്. കാരണം കഴിഞ്ഞ ഇയറിൽ നമ്മളിവിടെ വന്ന ടൈമിൽ ഈ റെസ്റ്റോറൻറ്റ് ഇല്ല.
എന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം ഉണ്ടെങ്കിൽ നമ്മൾ കയറേണ്ടതാണ്. ഈ ഏരിയയിൽ കൂടെയൊക്കെ നമ്മളെപ്പോഴും നടക്കുന്നതാണ്. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ റെസ്റ്റോറൻറ്റ് കാണാനും അടിപൊളിയാണ്. അതേപോലെ തന്നെ ഉള്ളൊക്കെ അതേപോലെ തന്നെ ഭക്ഷണമായാലും അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ വന്നതിൽ ഗുരുവായൂരിൽ നിന്ന് കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം എന്ന് വേണേൽ ഇതിനെ പറയാം. പക്ഷേ റേറ്റ് അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം റേറ്റ് ഉണ്ട്. എന്നാലും നമുക്ക് ആ റേറ്റ് കൊടുക്കുന്നതിൽ നമുക്ക് എന്താ പറയുക, ഒരു തൃപ്തിയുള്ള തരത്തിലുള്ള ഭക്ഷണമായിരുന്നു അവിടെ. അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ മുല്ലപ്പൂവൊക്കെ വാങ്ങി. നാളെ രാവിലെ നേരത്തെ എണീറ്റ് പോകണമല്ലോ അമ്പലത്തിലേക്ക്. അപ്പം രാവിലെ റൂമിൽ നിന്ന് തന്നെ നമുക്ക് പുറപ്പെട്ടിട്ടൊക്കെ വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മുല്ലപ്പൂവൊക്കെ വാങ്ങി സെറ്റ് ചെയ്തിട്ടാണ് പോയത്. ലാസ്റ്റ് രാത്രി കുറച്ച് നേരം കൂടെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് കുറച്ച് ഡാൻസൊക്കെ കണ്ടു നേരെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇങ്ങനെ രാവിലെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി. നല്ല ക്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ഉള്ളോട്ടേക്ക് കയറാൻ പറ്റിയില്ല. നമ്മൾ പുറത്തുനിന്നാണ് തൊഴുതത്. എനിക്ക് കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. നേരെ ഞങ്ങൾ പഴയിടം രുചിയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഭയങ്കര എന്താ പറയുക, എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്, റീൽസിലും അങ്ങനെയൊക്കെ കണ്ടിട്ട്. പക്ഷേ എക്സ്പെക്റ്റേഷൻ്റെ 7 അയലത്ത് വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നേരെ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷോപ്പിംഗ് മസ്റ്റാണല്ലോ. കാരണം നമുക്ക് ഈ കടകളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തോന്നും. പിന്നെ എനിക്ക് ദുബായിലേക്ക് തിരിച്ചു വരുമ്പം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങണം എന്നുണ്ടായിരുന്നു. കാരണം അടുത്ത വർഷം മുതലെങ്കിലും വീട്ടിൽ കണി വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ടൊരു കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങി. അങ്ങനെ വിഗ്രഹമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഉച്ചയ്ക്ക് പഴയടത്ത് പോയിട്ട് വീണ്ടും ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പറയാതിരിക്കാൻ വയ്യ, ബ്രേക്ക്ഫാസ്റ്റിനെക്കാട്ടും ഫ്ലോപ്പ് ആയിരുന്നു ഉച്ചത്തെ ഊണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ കൊടുങ്ങല്ലൂർ ഒന്ന് കയറിയാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ കൊടുങ്ങല്ലൂർ പോയി തൊഴുത് ഇറങ്ങി വഴിപാടുകളൊക്കെ കഴിച്ചു. പെട്ടെന്നുള്ളൊരു തീരുമാനമായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. വണ്ടിയിൽ കിടന്ന് ഫുള്ള് ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.